രാജ്യം രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം ആദ്യം. करते मतलब उनका संपर्क अलग से रहता है. मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है. पूरा ജനം ടിവിയോട് മുൻ മാവോയിസ്റ്റ് നേതാവിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ക്രിസ്ത്യൻ മിഷണറിമാരുമായി ബന്ധം. മാവോയിസ്റ്റുകൾക്ക് മിഷണറിമാരുടെ സഹായം ലഭിക്കുന്നുണ്ടെന്നും ദന്തേവാഡ മുൻ ഡിവിഷൻ കമാൻഡർ. ജനം ബിഗ് നാഷണൽ എക്സ്ക്ലൂസീവ്. മലേഗാവ് സ്ഫോടനക്കേസിൽ വെളിപ്പെടുത്തലുമായി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ. കസ്റ്റഡിയിൽ അനുഭവിച്ചത് ക്രൂരപീഡനം. 30 പേജുള്ള പരാതി NIA പ്രത്യേക കോടതിക്ക് കൈമാറി. പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ സുപ്രീം കോടതി. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശത്തിൽ രൂക്ഷ വിമർശനം. യഥാർത്ഥ ഭാരതീയരെങ്കിൽ ഇങ്ങനെ പറയാനാകില്ല. പ്രസ്താവന എന്ത് അടിസ്ഥാനത്തിലാണെന്നും കോടതി. ഓപ്പറേഷൻ സിന്ദൂറിൽ കോൺഗ്രസ് വാദം തള്ളി ശശി തരൂർ. പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ അമേരിക്ക ഇടപെട്ടിട്ടില്ല. ട്രംപിന്റെ വല്യമാവൻ കളിയിൽ ഭാരതത്തിന് കൃത്യമായ ധാരണയുണ്ടെന്നും തരൂർ MP. സെൻട്രൽ വെസ്റ്റയിലെ പുതിയ കെട്ടിടം കർത്തവ്യ ഭവൻ ഉദ്ഘാടനം മറ്റന്നാൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഹമാസിനെതിരെ സൈനിക നടപടിയിലേക്ക് ഇസ്രായേൽ. ഗാസയിൽ പടപ്പുറപ്പാട്. ഇസ്രായേൽ നീക്കം ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ. ഓവൽ ടെസ്റ്റിൽ ഇന്ത്യക്ക് ത്രസിപ്പിക്കുന്ന ജയം. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 6 റൺസിന്. മുഹമ്മദ് സിറാജിന് 5 വിക്കറ്റ്. പരമ്പര സമനിലയിൽ. റിപ്പോർട്ടുകളിലേക്ക്. മലേഗാവ് സ്ഫോടന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൂരമായി ഉപദ്രവിച്ചെന്ന് പ്രജ്ഞാ സിംഗ്. കസ്റ്റഡിയിൽ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങൾ സംബന്ധിച്ച് പ്രജ്ഞാ സിംഗ് 30 പേജുള്ള പരാതി NIA പ്രത്യേക കോടതിക്ക് കൈമാറി. പരംബീർ സിംഗ് എന്ന ഉദ്യോഗസ്ഥനടക്കം ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ 24 ദിവസത്തോളം കസ്റ്റഡിയിൽ പീഡിപ്പിച്ചതാണ് പരാതിയിലുള്ളത്. നന്ദഗോപൻ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കാരണം വളരെ ക്രൂരമായ ശാരീരികവും മാനസികവുമായ ഉപദ്രവം സഹിച്ചു എന്നാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ 30 പേജുള്ള പരാതി NIA പ്രത്യേക കോടതിക്ക് കൈമാറിയിട്ടുമുണ്ട്. ദേവിക, ഈ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 17 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം മുംബൈയിലെ NIAയുടെ പ്രത്യേക കോടതി പ്രജ്ഞാ സിംഗ് ഠാക്കൂറിനെയും അതേപോലെ തന്നെ പ്രസാദ് പുരോഹിത് അടക്കമുള്ള 7 പ്രതികളെയും വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിലായിരുന്നു കോടതി വെറുതെ വിട്ടത്. മാത്രമല്ല, ഈ അന്വേഷണത്തിൽ ചില സംശയങ്ങളും കോടതി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഈ സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ അവർ 30 പേജുള്ള ഒരു പരാതി NIA കോടതിക്ക് എഴുതി നൽകിയിരിക്കുകയാണ്. 24 ദിവസം താൻ കസ്റ്റഡിയിൽ അനുഭവിച്ച പീഡനങ്ങളുടെ വിവരമാണ് പ്രധാനമായും ഈ പരാതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരംബീർ സിംഗ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലായിരുന്നു കൊടിയ പീഡനങ്ങൾ. മാനസികവും ശാരീരികവുമായും തന്നെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, BJPയുടെയും അതേപോലെ തന്നെ RSSന്റെയും മുതിർന്ന കാര്യകർത്താക്കളുടെ പേരുകൾ പ്രതിസ്ഥാനത്തേക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. അത് ലംഘിച്ചതോടുകൂടിയാണ് കൊടിയ ശാരീരിക പീഡനങ്ങൾ താൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നുള്ളതാണ് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ്, RSSന്റെ സർസംഘചാലകായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭാഗവത് തുടങ്ങിയ കാര്യകർത്താക്കളെ ഈ പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രധാനമായും ഈ പീഡനങ്ങൾ എന്നുള്ളതാണ്. ഒപ്പം തന്നെ റാം മാധവ്, ഇന്ദ്രേഷ് കുമാർ അടക്കമുള്ള RSSന്റെ മുതിർന്ന പ്രചാരകന്മാരെയും ഈ പ്രതിസ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമായിരുന്നു പ്രജ്ഞാ സിംഗ് ഠാക്കൂറിന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയത്. കോൺഗ്രസിന്റെ ഗൂഢാലോചനയായിരുന്നു ഇതിന് പിന്നിൽ, ഈ മലേഗാവ് സ്ഫോടനത്തിന് പിന്നിൽ എന്നുള്ളതാണ് പ്രധാന
പ്രധാനമായും പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഈ മലേഗാവ് സ്ഫോടനമെന്നും ഹിന്ദു അല്ലെങ്കിൽ കാവി ഭീകരത എന്ന് വരുത്തി തീർക്കുവാനുള്ള തീവ്ര ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കേസ് കെട്ടിച്ചമച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനാ നേതാക്കളെ പ്രതിസ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും സ്വാതി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ NIA പ്രത്യേക കോടതിക്ക് എഴുതി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ദേവിക. ശരി, മലേഗാവ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ക്രൂരമായി ഉപദ്രവിച്ചുവെന്ന് പ്രജ്ഞാ സിംഗ് ഠാക്കൂർ വെളിപ്പെടുത്തുകയാണ്. കസ്റ്റഡിയിൽ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങൾ സംബന്ധിച്ച് പ്രജ്ഞാ സിംഗ് 30 പേജുള്ള പരാതി NIA പ്രത്യേക കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. പരംബീർ സിംഗ് എന്ന ഉദ്യോഗസ്ഥനടക്കം തന്നെ മാനസികമായും ശാരീരികമായും വളരെ അധികം പീഡിപ്പിച്ചു എന്ന പരാതിയിലുണ്ട്. S. നന്ദഗോപനാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ ഛത്തീസ്ഗഡിലെ മതപരിവർത്തന മാഫിയയുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തി മുൻ മാവോയിസ്റ്റ് നേതാവ്. ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ടെന്ന് ദന്തേവാഡ മുൻ ഡിവിഷണൽ കമാൻഡർ വെളിപ്പെടുത്തി. മാവോയിസ്റ്റുകൾക്ക് മതപരിവർത്തന മാഫിയയിൽ നിന്നും സഹായം കിട്ടിയിട്ടുണ്ടെന്നും ബീജാപ്പൂർ ജില്ലയിൽ നിന്നുള്ള ഇദ്ദേഹം വ്യക്തമാക്കി. ബീജാപ്പൂർ ജില്ലയിലെ കോർച്ചോളി ഗ്രാമത്തിൽ നിന്നുള്ള മുൻ ഡിവിഷണൽ കമാൻഡറുടേതാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ബസ്തറിലെ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മാവോയിസ്റ്റുകളുമായി ബന്ധമുണ്ട്. റായ്പൂർ, ജഗ്ദൽപൂർ, ദന്തേവാഡ എന്നിവിടങ്ങളിൽ ഉള്ളവരുമായാണ് ബന്ധം. ഇവർക്ക് മാവോയിസ്റ്റ് ഉന്നത നേതൃത്വവുമായാണ് അടുപ്പമെന്നും ഇദ്ദേഹം വ്യക്തമാക്കുന്നു. करते मतलब उनका संपर्क अलग से रहता है, मतलब हम लोग, मैं क्योंकि छोटा मतलब पद में था तो हमको उतना जिम्मेदारी नहीं देते थे. पूरा बड़े लेवल के लोग ही पूरा हर चीज़ के लिए बाहर से ज़रूर संपर्क रहते हैं, तभी हर एक चीज़ उनको सुविधा हो जाता है. पूरा लैपटॉप, कंप्यूटर सब कुछ मिलता है. बाहर का से जितना भी है शहर से जाता है, शहर का आदमी ज़रूर रहता है. मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो पता नहीं रहता. छोटे छोटे से जो DC को भी पता रहता है, DC रैंक के मतलब डिविजनल कमेटी सदस्य उनको रहता है, लेकिन सबसे काम उन्हीं को एजेंसी से CC जानते हैं. ഛത്തീസ്ഗഡിലെ ക്രിസ്ത്യൻ മിഷണറിമാരിൽ നിന്നും മാവോയിസ്റ്റുകൾക്ക് സഹായം കിട്ടുന്നുണ്ട്. ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ നൽകാറുണ്ട്. താഴെത്തട്ടിലുള്ളവർക്ക് ഇവരെ അറിയണമെന്നില്ലെന്നും മുൻ മാവോയിസ്റ്റ് കേഡർ വെളിപ്പെടുത്തുന്നു. पूरा लैपटॉप, कंप्यूटर सब कुछ मिलता है. बाहर का से जितना भी है शहर से जाता है, शहर का आदमी ज़रूर रहता है. मान के चलो दंतेवाड़ा, किरंदुल, बैलाडीला, इधर जगदलपुर, रायपुर से पूरा आदमी उनके हाथ में रहते हैं, पर पता नहीं चलता कि कौन संपर्क में कहाँ मिलते हैं, क्या है वो. നക്സൽ ബാധിത മേഖലകളിൽ സംസ്ഥാന സർക്കാരുകൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്തിടത്തു പോലും ക്രിസ്ത്യൻ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നത് മുൻപും ചർച്ചയായിട്ടുണ്ട്. മാവോയിസ്റ്റുകളുടെ പിന്തുണ ഇവർക്കുണ്ട് എന്നതായിരുന്നു പ്രചാരണം. ഇതാദ്യമായാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് ഉന്നത സ്ഥാനത്തിരുന്ന ഒരു മാവോയിസ്റ്റ് കേഡർ തന്നെ രംഗത്തു വരുന്നത്. ക്യാമറാമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം S. ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്. രാജ്യതലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയിലെ പുതിയ കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. S. നന്ദഗോപൻ തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. നന്ദൻ, രാജ്യതലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിൽ പിന്നെ ഈ കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന പൊളിഞ്ഞ കെട്ടിടങ്ങളും മറ്റും മാറ്റി സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി മന്ത്രാലയങ്ങൾ കൂടുതലായി നവീകരിച്ചു വരികയായിരുന്നു. രാജ്പഥ്, നമുക്കറിയാം, റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്നത് നേരത്തെ രാജ്പഥ് ആയിരുന്നു. ആ രാജ്പഥ് നവീകരിച്ച കർത്തവ്യപഥ് എന്നുള്ള പേര് നൽകി. അതിനുശേഷം കർത്തവ്യപഥിന് ഇരുവശങ്ങളുമായി ഈ വിവിധ മന്ത്രാലയങ്ങളുണ്ടായിരുന്നു. ആ മന്ത്രാലയങ്ങളൊക്കെ തന്നെ തകർന്നു വീഴാറാകുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ രാജ്യ തലസ്ഥാനത്ത് രാജ്യത്തിൻ്റെ അഭിമാനമായി നിലകൊള്ളേണ്ട കെട്ടിടങ്ങൾ ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി തന്നെ മുഴുവൻ ഈ മന്ത്രാലയങ്ങളും പുനർനവീകരിക്കുവാൻ വേണ്ടി പദ്ധതി തയ്യാറാക്കിയത്. 6-ാം തീയതി ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയാണ്. കർത്തവ്യ ഭവൻ എന്നുള്ളതാണ് ആ കെട്ടിടത്തിന് പേര് നൽകിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമായിരിക്കും അവിടെ പ്രവർത്തിക്കുക. ഒപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ്
പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയവും അവിടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 6-ാം തീയതി വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് രാജ്യ തലസ്ഥാനത്ത് ഈ കർത്തവ്യ ഭവന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. ദേവിക. ശരി, എന്തായാലും രാജ്യ തലസ്ഥാനത്തെ കർത്തവ്യ ഭവൻ ഉദ്ഘാടനം ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ഉൾപ്പെടുന്ന സെൻട്രൽ വിസ്തയിലെ പുതിയ കെട്ടിടമാണ് കർത്തവ്യ ഭവൻ. എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതത്തിന്റെ ഭൂമി ചൈന പിടിച്ചെടുത്തെന്ന പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുലിനെ അതിരൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. നിങ്ങൾ അവിടെ പോയിരുന്നോ എന്നും എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പരാമർശമെന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. ഒരു യഥാർത്ഥ ഭാരതീയന് ഇങ്ങനെ പറയാനാകില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2020 ഗാൽവൻ സംഘർഷത്തിൽ ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തുവെന്ന പരാമർശവുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസ് റദ്ദാക്കണമെന്ന ഹർജി പരിഗണിക്കവെയാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെ കോടതി കടുത്ത ഭാഷയിൽ വിമർശിച്ചത്. ഭാരതത്തിന്റെ 2000 കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങൾ അവിടെ പോയിരുന്നോ എന്ന് ചോദിച്ച ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ഒരു യഥാർത്ഥ ഇന്ത്യക്കാരൻ ഇങ്ങനെ പറയാനാകില്ലെന്നും തുറന്നടിച്ചു. 2020 ഗാൽവനിലൂടെ ഭാരതത്തിലേക്ക് കടന്നുകയറാൻ ചൈന ശ്രമിച്ചെങ്കിലും അന്ന് സൈന്യം ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ചീന പട്ടാളത്തെ ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് തുരത്തി ഓടിച്ചിരുന്നു. എന്നാൽ സൈന്യത്തിന്റെ വാക്കുകൾ വിശ്വസിക്കാതെ 2000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കൈയടക്കിയെന്നായിരുന്നു ഭാരത് ജോഡോ യാത്രക്കിടയിൽ രാഹുലിന്റെ പരാമർശം. രാഹുലിന്റെ വാക്കുകളോട് കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തിയ ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ജസ്റ്റിസ് AG മസീഹും അടങ്ങുന്ന ബെഞ്ച് വിശ്വസനീയമായ എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നോ പ്രതികരണമെന്നും ചോദിച്ചു. മാധ്യമങ്ങളിലൂടെ ഉത്തരവാദിത്തമില്ലാതെ പ്രതികരിക്കരുതെന്നും പാർലമെന്റിൽ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ എന്നും കോടതി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും അതിനു മുൻപും നിരവധി തവണ സൈന്യത്തിനെയും രാജ്യത്തെയും അപമാനിക്കുന്ന പ്രസ്താവനകൾ രാഹുൽ നടത്തിയിട്ടുണ്ട്. ജനം, ഡൽഹി. കോൺഗ്രസിന്റെയും രാഹുലിന്റെയും വാദങ്ങൾ തള്ളി ശശി തരൂർ MP. ഓപ്പറേഷൻ സിന്ദൂരിലും വെടിനിർത്തൽ ധാരണയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് തരൂർ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കി. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് വെടിനിർത്തൽ ധാരണയെന്ന് പാർലമെന്റിനകത്തും പുറത്തും കോൺഗ്രസ് വാദിക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ അത് നിഷേധിച്ച് ലേഖനം എഴുതുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലും പാകിസ്ഥാനുമായുണ്ടായ വെടിനിർത്തൽ ധാരണയിലും കോൺഗ്രസിന്റെ വാദങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ശശി തരൂർ MPയുടെ ലേഖനം. ഭാരതവും പാകിസ്ഥാനുമായുള്ള സംഘർഷം ഒത്തുതീർപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടില്ല എന്ന് തരൂർ വ്യക്തമാക്കി. വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയ തരൂർ ട്രംപ് വല്യമാവൻ ചമയുകയാണെന്ന ധാരണ ഭാരതത്തിനുണ്ടെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ഭാരതം വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് രാഹുൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പൊതുവേദികളിലും പാർലമെന്റിലും ആവർത്തിക്കുമ്പോഴാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ ട്രംപിന്റെ ഇടപെടൽ തള്ളിക്കൊണ്ട് ലേഖനം എഴുതിയത്. 11 വ്യോമകേന്ദ്രങ്ങൾ തകർത്തുകൊണ്ട് കനത്ത പ്രഹരമേൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ കീഴടങ്ങിയത്. ട്രംപ് പാകിസ്ഥാനുമായി സംസാരിച്ചിട്ടുണ്ടാകും. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആ കാലയളവിൽ ട്രംപ് ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും തരൂർ വ്യക്തമാക്കി. തുടർച്ചയായി കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചും ദേശീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചും ശശി തരൂർ നടത്തുന്ന പ്രതികരണങ്ങൾ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ജനം, ഡൽഹി. കമ്മ്യൂണിസ്റ്റ് ഭീകരത തടയുക എന്ന പ്രത്യേക ലക്ഷ്യമാണ് സ്പെഷ്യൽ പബ്ലിക് ബില്ലിന്റേതെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്. ഇതിലൂടെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് കനത്ത പിഴയും 7 വർഷം വരെ തടവും ഉൾപ്പെടെയുള്ള കർശനമായ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുന്നുണ്ട്. അതേസമയം പ്രതിഷേധക്കാർക്കോ സർക്കാരിനോ വിമർശിക്കുന്നവർക്കോ നിയമം എതിരല്ല എന്നും അത്തരം വാർത്തകൾ വ്യാജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയറെ സ്വാഗതം ചെയ്ത് ഭാരതം. 5 ദിവസത്തെ സന്ദർശനത്തിനാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഭാരതത്തിലെത്തിയത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയുമായുള്ള സമുദ്ര സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് റൊമാൽഡസ് മാർക്കോസ് ജൂനിയർ തന്റെ ഭാരതത്തിലേക്കുള്ള ആദ്യ സന്ദർശനം ആരംഭിച്ചു. 5 ദിവസമാണ് അദ്ദേഹം ഭാരതത്തിലുണ്ടാകുന്നത്. രാഷ്ട്രപതി ഭവനിലെ സ്വീകരണത്തോടെ സന്ദർശനം ഔപചാരികമായി ആരംഭിച്ചെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തുടർന്ന് രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധിയുടെ സ്മാരക സന്ദർശനം. രാഷ്ട്രപതി ഭവനിലെ സ്വാഗത ചടങ്ങിന് തൊട്ടുപിന്നാലെ പ്രസിഡന്റ് മാർക്കോസ് ജൂനിയർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. ഇരുപക്ഷവും ഒന്നിലധികം കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവയ്ക്കും. ഓഗസ്റ്റ് 7 അദ്ദേഹം ബംഗളൂരു സന്ദർശിക്കും. ഓഗസ്റ്റ് 8 മടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയുമായുള്ള സമുദ്ര സഹകരണം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, ജനം.
ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഷിബു സോറന് ഡൽഹി സർ ഗംഗാറാം ആശുപത്രിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും. ആശുപത്രി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മകനും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറനെ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി. അതേസമയം ഷിബു സോറന്റെ വിയോഗം സമൂഹത്തിന് തീരാ നഷ്ടമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമുള്ള മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് ഒരു പുതിയ കാൽവെപ്പിനൊരുങ്ങി ഭാരതം. ബംഗളൂരു ആസ്ഥാനമാക്കിയ പ്രോട്ടോപ്ലാനറ്റ് എന്ന സ്വകാര്യ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമാണ് ഈ ചരിത്രപരമായ പദ്ധതിക്ക് പിന്നിൽ. ലഡാക്കിലെ സോക്കാറിലാണ് ഹോപ്പ് എന്ന പേരിലുള്ള മനുഷ്യ ബാഹ്യഗ്രഹ ദൗത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചത്. ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതി 10 ദിവസം നീണ്ടു നിൽക്കും. 2 പേരടങ്ങുന്ന സംഘമാണ് ആദ്യഘട്ട പരീക്ഷണത്തിൽ ഭാഗമാകുന്നത്. ബഹിരാകാശ സാഹചര്യങ്ങൾക്കൊത്ത് മനുഷ്യൻ എത്രത്തോളം പൊരുത്തപ്പെടും, ശരീരവും മനസ്സും ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇതിലൂടെ വ്യക്തികളുടെ മാനസികവും ശാരീരികവുമായ പ്രതികരണങ്ങൾ പഠിക്കുകയാണ് ഈ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം. അതേസമയം ഇത് ഭാവിയിലേക്കുള്ള ഒരു റിഹേഴ്സലാണെന്നായിരുന്നു ഹോപ്പിന്റെ ഉദ്ഘാടന ശേഷം ഡോക്ടർ വി നാരായണന്റെ പ്രതികരണം. ഇനി മനുഷ്യർ ചന്ദ്രനിലോ ചൊവ്വയിലോ സ്ഥിരതാമസമാക്കിയാൽ അവിടെ ജീവിക്കാനുള്ള ശാസ്ത്രീയ മാർഗങ്ങളും സുരക്ഷിതമായ പ്രോട്ടോകോളുകളും ഇവിടെ നിന്നുള്ള പഠനങ്ങൾ മുഖാന്തരമായിരിക്കും രൂപപ്പെടുത്തുക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, IIT ഹൈദരാബാദ്, IIT ബോംബെ, ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് മെഡിസിൻ തുടങ്ങിയ ദേശീയ സ്ഥാപനങ്ങളുമായി സഹകരിച്ചാണ് ദൗത്യം ആരംഭിച്ചത്. ഇനി എന്തുകൊണ്ടാണ് ലഡാക്ക് എന്നാണ് അടുത്ത ചോദ്യം. ലഡാക്കിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെ ചേർന്ന് ചന്ദ്രനിലെയും ചൊവ്വയിലെയും അന്തരീക്ഷം പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. 9 വർഷത്തോളം പഠിച്ചാണ് സോക്കാറിനെ ഈ ഗവേഷണത്തിന് അനുയോജ്യമാണെന്ന് സ്ഥിരീകരിച്ചത്. സയൻസ് ഡെസ്ക്, ജനം. വീണ്ടും ചരിത്രം കുറിക്കാൻ ഭാരതം. സെമി ക്രയോജനിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന LVM-3 റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം 2027 നടക്കും. ദ്രവീകൃത ഓക്സിജനും ഹൈഡ്രജനും സംയോജിപ്പിച്ചതാണ് സെമി ക്രയോജനിക് ഇന്ധനം. 2027 സെമി ക്രയോജനിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് LVM-3 റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങി ഭാരതം. GSLV Mark 3 എന്നറിയപ്പെട്ടിരുന്ന LVM-3 ISROയുടെ ഏറ്റവും ശക്തമായ റോക്കറ്റാണ്. ദ്രവീകൃത ഓക്സിജനും ഹൈഡ്രജനും സംയോജിപ്പിച്ചതാണ് സെമി ക്രയോജനിക് ഇന്ധനം. സെമി ക്രയോജനിക് സ്റ്റേജ് ഉൾപ്പെടുന്നത് വിക്ഷേപണ വാഹനത്തെ കൂടുതൽ ശക്തമാക്കും. പുതിയ പ്രൊപ്പലന്റ് ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഭാരം വഹിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കും. നിലവിൽ LVM-3ക്ക് ഭൂസ്ഥിര ഭ്രമണപഥത്തിലേക്ക് 4200 കിലോഗ്രാം വരെ പേലോഡുകൾ എത്തിക്കാൻ കഴിയും. എന്നാൽ സെമി ക്രയോജനിക് വരുന്നതോടെ ഈ ഘട്ടം കൂടുതൽ ശക്തമാക്കുന്നതിനും പേലോഡ് ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ചിലവ് കുറയ്ക്കുന്നതിനും സഹായിക്കും. ISROയുടെ ചരിത്രത്തിലെ നാഴികക്കല്ലായിരിക്കും വരാനിരിക്കുന്ന LVM-3 സെമി ക്രയോജനിക് ഇന്ധനം ഉപയോഗിക്കുന്ന റോക്കറ്റ്. സയൻസ് ഡെസ്ക്, ജനം. ബന്ധികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസിന് അനുമതി നൽകണമെങ്കിൽ ഇസ്രയേൽ വ്യോമാക്രമണം നിർത്തണമെന്ന് ഹമാസ്. ബന്ദികൾക്ക് സഹായങ്ങൾ നൽകണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെഡ് ക്രോസിനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഭക്ഷണം കിട്ടാതെ ദുരിതം അനുഭവിക്കുന്ന ബന്ദികളുടെ വീഡിയോ ഹമാസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് നടപടി. ബന്ദികളുടെ മോചനത്തിന് സൈനിക നടപടിക്ക് ഇസ്രയേൽ ഒരുങ്ങുന്നതായി നേരത്തെ വാർത്തകൾ പുറത്തുവന്നിരുന്നു. ഭക്ഷണം ലഭിക്കാത്ത ദുരിതത്തിലായ റോം ബെസ്ലവിസ്കി, എവിറ്റർ ഡേവിഡ് എന്നീ ബന്ദികളുടെ ദൃശ്യങ്ങൾ ഹമാസ് പുറത്തുവിട്ടിരുന്നു. ദയനീയമായ അവസ്ഥയിൽ കഴിയുന്ന ബന്ദികൾക്ക് അടിയന്തര സഹായം ലഭ്യമാക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റെഡ് ക്രോസിനോട് ആവശ്യപ്പെട്ടിരുന്നു. സൈനിക നടപടി ഇസ്രയേൽ നിർത്തിവെച്ചാൽ മാത്രം ബന്ദികൾക്ക് സഹായം നൽകാൻ റെഡ് ക്രോസിനെ അനുവദിക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട്. ദയനീയമായ കാഴ്ചകൾ പുറത്തുവന്നതോടെ ബന്ദികളുടെ മോചനത്തിന് സൈനിക നടപടി സ്വീകരിക്കുന്നതുൾപ്പെടെ ഇസ്രയേൽ ആലോചിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസിന്റെ മുന്നറിയിപ്പ്. ബന്ദികളുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെ ഹമാസിനെതിരെ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായിരുന്നു. വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നതെന്നും ബന്ദികളെ നിരുപാധികം വിട്ടയക്കണമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു. ഇന്റർനാഷണൽ റെഡ് ക്രോസ് അടിയന്തരമായി ബന്ദികളായി കഴിയുന്നവരെ സന്ദർശിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും ബന്ദികളെ പട്ടിണിക്കിടുന്നതിനെതിരെ രംഗത്തെത്തിയിരുന്നു. കൊടും പട്ടിണിയിലായ ഗാസയിലെ ജനതയ്ക്ക് ലഭിക്കുന്ന ഭക്ഷണം ബന്ദികൾക്ക് നൽകുന്നുണ്ടെന്നാണ് ഹമാസിന്റെ വിശദീകരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.
പതിവ് തെറ്റിക്കാതെ യോഗി സർക്കാർ. സാഹോദര്യത്തിന്റെ വിളിച്ചോതുന്ന രക്ഷാബന്ധൻ ദിനത്തിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. ഓഗസ്റ്റ് 8 രാവിലെ 6 മുതൽ ഓഗസ്റ്റ് 10 അർദ്ധരാത്രി 12 മണി വരെയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ഉത്തർപ്രദേശ് സംസ്ഥാന റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലും സിറ്റി ബസ് സർവീസ് ബസ്സുകളിലുമാകും 48 മണിക്കൂർ സൗജന്യ യാത്ര അനുവദിക്കുക. ഉത്സവകാലത്ത് സുഗമമായ യാത്ര ഉറപ്പാക്കാനായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ആവശ്യത്തിന് ബസ്സുകൾ വിന്യസിക്കും. ഗതാഗതക്കുരുക്ക് തടയാനും ക്രമസമാധാനം ഉറപ്പാക്കാനും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദ്യമായല്ല യോഗി സർക്കാർ സ്ത്രീകൾക്ക് രക്ഷാബന്ധൻ സൗജന്യ യാത്ര അനുവദിക്കുന്നത്. എല്ലാ വർഷവും ഏകദേശം 8 മുതൽ 10 ലക്ഷം സ്ത്രീകൾ ഈ സേവനം പ്രയോജനപ്പെടുത്തുന്നുവെന്നാണ് റിപ്പോർട്ട്. ശ്രാവണ മാസത്തിലെ പൗർണമി നാളിലാണ് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം. സെമി കണ്ടക്ടർ മേഖലയിലെ ഹബ്ബാകാൻ ഭാരതം. വരും വർഷങ്ങളിൽ ആഭ്യന്തര വിപണി 3 മടങ്ങ് വളരുമെന്ന അനുമാനം. 2030 $110 ബില്യൺ മൂല്യം നേടുമെന്നാണ് നിഗമനം. കേന്ദ്ര സർക്കാർ 2021 ആരംഭിച്ച ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനാണ് ചിപ്പ് നിർമ്മാണത്തിനും സെമി കണ്ടക്ടർ മേഖലയ്ക്കും കരുത്തു പകരുന്നത്. ചിപ്പ് നിർമ്മാണത്തിനും രൂപകൽപ്പനയ്ക്കുമായി 76,000 കോടി രൂപയുടേതാണ് പദ്ധതി. ഈ വർഷം ജൂൺ മാസത്തിൽ രാജ്യത്ത് 98 ലക്ഷം വാട്സാപ്പ് അക്കൗണ്ടുകൾ പിൻവലിച്ചതായി റിപ്പോർട്ട്. നിയമങ്ങളും നിബന്ധനകളും ലംഘിച്ച് പ്രവർത്തനം, ദുരുപയോഗം എന്നിവയെ തുടർന്നാണ് നടപടി. ഈ കാലയളവിൽ തന്നെ 16,069 അക്കൗണ്ടുകൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി ലഭിച്ചു. 23,596 ഉപഭോക്താക്കൾ 1,001 അക്കൗണ്ടുകൾക്കെതിരെ വ്യാപകമായി പരാതി നൽകി. ആപ്പിളിന്റെ വിളനിലമായി ഭാരതം. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഐഫോണുകളുടെ എണ്ണത്തിൽ 82% വർധനയാണ് രേഖപ്പെടുത്തിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ $6 ബില്യൺ മൂല്യം വരുന്ന ഐഫോണുകളാണ് കടൽ കടന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് $3.2 ബില്യൺ വർധനയാണ് രേഖപ്പെടുത്തിയത്. ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കിടയിലും റെക്കോർഡ് കയറ്റുമതിയാണ് നടത്തിയത്. ആദ്യപാദത്തിൽ ആകെ 7.72 ബില്യൺ സ്മാർട്ട് ഫോണുകളാണ് കയറ്റി അയച്ചത്. തമിഴ്നാട്ടിൽ സർക്കാർ പദ്ധതികൾക്ക് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പേര് നൽകുന്നതിനെതിരെ മദ്രാസ് ഹൈക്കോടതി. DMK സർക്കാരിന്റെ ഉങ്ങളുടൻ സ്റ്റാലിൻ എന്ന പേരിലുള്ള പദ്ധതിക്കെതിരെയാണ് വിമർശനം. ഇത്തരത്തിൽ പേര് നൽകുന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണെന്നും സർക്കാർ പരസ്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രിമാരുടെ ചിത്രങ്ങളോ പാർട്ടി ചിഹ്നമോ ഉപയോഗിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കേന്ദ്ര പദ്ധതികളുടെ പേര് മാറ്റി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കോടതി കത്രിക വച്ചിരിക്കുന്നത്. മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. ഹർജി ഓഗസ്റ്റ് 6 സുപ്രീം കോടതി പരിഗണിക്കും. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മുൻ പൂനെ കേപ്പ് ബ്രാഞ്ച് മാനേജർ കെ ഗോപകുമാർ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. തിരുവനന്തപുരം സ്വദേശിയാണ്. നവോദയയുടെ സാരഥിയും പൂനെ കേരളീയ സമാജം മെമ്പറുമാണ്. കേരളീയ സമാജത്തിന് വേണ്ടി പ്രസിഡന്റ് മധു നായർ, ജനറൽ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ എന്നിവർ അനുശോചിച്ചു. സംസ്കാരം നാളെ രാവിലെ 8:30 വൈകുണ്ഠ ശ്മശാനത്തിൽ നടക്കും. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.